ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരെല്ലാം 1600 രൂപ വീതമുള്ള പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിനായി വാർഷിക മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുകയാണ്. പെൻഷൻ മസ്റ്ററിംഗ് സർക്കാർ പറഞ്ഞിരിക്കുന്ന തീയതികൾക്കുള്ളിൽ പൂർത്തിയാക്കാത്തവർക്ക് പിന്നീടുള്ള മാസങ്ങളിൽ പെൻഷൻ തുക എത്തിച്ചേരുന്നതല്ലെന്നും ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താവ് ജീവനോടെ ഇരിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ എല്ലാ വർഷത്തിലും ഒരിക്കൽ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നത്. ഇതിനായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും സർക്കാർ അറിയിച്ചിരിക്കുന്ന തീയതി മുതൽ ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. അടുത്ത മാസം ജൂൺ 25-ാം തീയതി മുതൽ ഓഗസ്റ്റ് 24-ാം തീയതി വരെയുള്ള 2 മാസമാണ് പെൻഷൻ വാങ്ങുന്നവർക്ക് മസ്റ്ററിങ്ങിനായി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം 1 മാസത്തോളം സമയം കഴിഞ്ഞ് ജൂൺ 25 മുതലാണ് ഈ വർഷത്തെ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് 2024 ഡിസംബർ 31-ന് മുമ്പായി പെൻഷൻ അനുവദിക്കപ്പെട്ടവരെല്ലാം തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്തവരെല്ലാം തന്നെ ഈ വർഷം വീണ്ടും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കുള്ള ഈ മസ്റ്ററിംഗ് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമേ നടത്തുവാൻ കഴിയുകയുള്ളൂ. കോമൺ സർവീസ് സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ഓൺലൈൻ സെൻ്ററുകൾക്ക് മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടില്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സംസ്ഥാനത്ത് ഏത് അക്ഷയ കേന്ദ്രത്തിൽ ചെന്നും നിങ്ങൾക്ക് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ആധാർ കാർഡാണ് നിങ്ങൾ മസ്റ്ററിംഗ് നടത്തുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട പ്രധാന രേഖ. പെൻഷൻ ID കാർഡ് ഉണ്ടെങ്കിൽ അതും കയ്യിൽ കരുതാം. ഇല്ലെങ്കിൽ ആധാർ കാർഡ് മാത്രം ഉണ്ടായാലും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് മെഷീനിൽ കൈവിരൽ അമർത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. കൈവിരൽ അടയാളം തെളിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഐറിസ് സ്കാൻ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കും. അപൂർവം ചിലർക്ക് ഇത്തരത്തിലുള്ള മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പ് വാങ്ങി ഗസറ്റഡ് ഓഫീസറിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ നൽകി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരും. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള 2 മാസ സമയത്തിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ മറക്കരുത്. മസ്റ്ററിംഗ് ചെയ്യാതെ പോയാൽ തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നത് മുടങ്ങിപ്പോകും. പിന്നീട് നിങ്ങൾ എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് ആ മാസം മുതലുള്ള പെൻഷനെ ലഭിക്കുകയുള്ളൂ. അതിനിടയിൽ കുടിശ്ശികയാകുന്ന പെൻഷൻ ലഭിക്കുന്നതുമല്ല. മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഫീസ് നൽകേണ്ടതുണ്ട്. അതുപോലെ പെൻഷൻ ലഭിക്കുന്ന കിടപ്പ് രോഗികൾക്ക് അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ്. അതിനായി കിടപ്പ് രോഗികളുള്ള വീട്ടുകാർ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറെയോ ഇക്കാര്യം അറിയിക്കേണ്ടതാണ്. പെൻഷനുമായുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.